പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനും രക്ഷ നേടിത്തന്ന ഭൂമിയിലെ അനുഗ്രഹത്തിന്റെ അൾത്താരയാണ് യേശുവിന്റെ കുരിശ്. യേശു കുരിശിലെ സഹനബലിയിലൂടെ തന്റെ ആത്മാവിനെ ദൈവപിതാവിന് സമർപ്പിച്ചതുവഴി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സകല മനുഷ്യരെയും രക്ഷിക്കുകയായിരുന്നു. പീലാത്തോസിന്റെ പ്രത്തോറിയം മുതൽ ഗാഗുൽത്താ വരെയുള്ള സ്ഥലങ്ങളും കബറിടവും തന്റെ പരിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്ത യേശുവിന്റെ മാർഗം വരച്ചു കാട്ടുന്നു. ആ കാൽവരിക്ക് മനുഷ്യവംശത്തോട് ദൈവസ്നേഹത്തിന്റെ വലിയൊരു കഥ പറയുവാനുണ്ട്. നസ്രായന്റെ മുറിപ്പാടിലെ രക്തക്കറകൾ വീണ മണ്ണ് ഇന്നും നിലവിളിക്കുകയാണ്. ആ സ്നേഹവും രക്ഷയും സകല മനുഷ്യരും സ്വന്തമാക്കുവാൻ കുരിശിന്റെ വിലയും അർത്ഥവും മനസ്സിലാക്കി ഭക്തിപൂർവം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുരിശിന്റെ വഴി ചൊല്ലിയുള്ള ഈ പ്രാർത്ഥന ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭക്താനുഷ്ഠാനമായി മാറുകയാണ്. ക്രൂശിതനായ യേശുവിനോടൊപ്പം നമുക്കും യാത്രയാകാം ഗോൽഗോഥായിലേക്ക്. ഈ കുരിശിന്റെ വഴി സ്വന്തം ആത്മവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും സഹായകമാകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം ഫാദർ ജോബി കാച്ചപ്പള്ളി VC, ഡിവൈൻ ആശ്രമം, ഫരീദാബാദ്. കുന്നിലെയാകമാകാൻ ക്രൂശിതനേശുവിൻ സാക്ഷിയാകാൻ സഹനങ്ങളെല്ലാം ചുമലിലേറ്റി കുരിശിന്റെ വഴിയേ യാത്രയാകാൻ കുരിശിന്റെ വഴിയേ യാത്രയാകാം. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. പ്രാരംഭ പ്രാർത്ഥന. പാപികളായ ഞങ്ങൾക്കുവേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചതിലൂടെ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങൾ യേശുവേ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നുവല്ലോ. കാലം മറക്കാത്ത ആ സ്നേഹഗിരിയിലേക്ക്, എല്ലാം ക്ഷമിക്കുന്ന കാൽവരി കുന്നിലേക്ക് ജീവിത ദുഃഖങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. കുരിശിനെ സുവിശേഷമായി കാണുവാനും ക്രൂശിതന്റെ ചൈതന്യം സ്വന്തമാക്കുവാനും ഈ പീഡാനുഭവ ധ്യാനം വഴി ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. വിധിയുടെ ബലിമൃഗമായ നാഥ, വിധിയെ പഴിക്കാത്ത സ്നേഹനാഥ, പാപങ്ങളെല്ലാം കുരിശിലേറ്റി മാനവ മക്കൾക്കു രക്ഷയേകാൻ. വിധിയുടെ ബലിമൃഗമായി നാഥ, വിധിയെ പഴിക്കാത്ത സ്നേഹനാഥ, പാപങ്ങളെല്ലാം കുരിശിലേറ്റി മാനവ മക്കൾക്കു രക്ഷയേകാൻ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാ അന്യായമായ ക്രൂരത വേട്ടയാടിയ വിധിയുടെ ഒരു കുഞ്ഞാട്. ഇതാണ് ഇന്നത്തെ ലോകം. നന്മ ചെയ്തവനെ ക്രൂശിലേറ്റുന്ന ലോകം. ഈ ജന്മം മുഴുവനും ചെയ്ത 1000 സുകൃതങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് പാപിയായി മുദ്രകുത്തി പരിഹാസവാക്കുകളാൽ ആ നിഷ്കളങ്ക ജീവനെ കഴുമരത്തിന് വിട്ടുകൊടുത്ത പീലാത്തോസ്. അപ്പം തിന്നു വയറ് നിറഞ്ഞപ്പോൾ ജീവന്റെ അപ്പത്തെ മറന്ന് ബറാബാസിനു വേണ്ടി വാദിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. ബറാബാസ് പോലും ഞെട്ടിയിട്ടുണ്ടായിരിക്കണം. ഇവരെല്ലാം നീതി നിഷേധിക്കുന്ന നന്ദിയില്ലാത്ത ആധുനിക ലോകത്തിന്റെ പ്രതീകങ്ങളാണ്. ആരുമില്ല നസ്രായനു വേണ്ടി വാദിക്കുവാൻ. എന്തിന്? നാളിതുവരെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചും ലാളിച്ചും കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞിരിക്കുന്നു. എങ്കിലും അവിടത്തേക്ക് പരാതിയില്ല, പരിഭവമില്ല. ചരിത്രം മാപ്പു നൽകാത്ത വിധിവാചകത്തിനു മുമ്പിൽ രോമം കത്രിക്കപ്പെടുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിന്നുകൊടുക്കുകയാണ്. വലത്തെ കരണത്തടിച്ചവന് സ്നേഹത്തോടെ ഇടത്തെ കരണം കാണിച്ചു കൊടുക്കുന്ന ദൈവം. നിന്റെ കണ്ണുകൾ ഈറനണിയുന്നില്ലേ? എങ്ങനെ ഈറനണിയാതിരിക്കും? ഞാനും ഇതുപോലെ എത്രയോ വ്യക്തികളെ ചെയ്യാത്ത കുറ്റത്തിന് കുരിശിലേറ്റിയിരിക്കുന്നു. വഞ്ചനയുടെ വാക്കുകളാലും സ്നേഹം പറ്റിയ വിധികളാലും എത്രയോ പേരുടെ ഹൃദയം കുത്തി നോവിച്ചിരിക്കുന്നു. കരുണയുള്ള യേശുവേ, മനുഷ്യന്റെ ഓരോ വിധിയും സ്വീകരിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അകാരണമായി ശിക്ഷിക്കപ്പെട്ട് ജയിലറകളിൽ വേദനിച്ചും വിശ്വാസം നഷ്ടപ്പെട്ടും ജീവിക്കുന്നവരുടെ വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കുരിശിനെ മാറോടു ചേർത്തുനാഥൻ വൈരിയെ കൈനീട്ടി അനുഗ്രഹിച്ചു. മുൾമുടി നമുക്കായി ശിരസിലേറ്റി പാപിയെ രക്ഷിക്കാൻ നടന്നു നീങ്ങി. കുരിശിനെ മാറോട് ചേർത്തുനാഥൻ വൈരിയെ കൈനീട്ടി അനുഗ്രഹിച്ചു. മുൾമുടി നമുക്കായി ശിരസിലേറ്റി പാപിയെ രക്ഷിക്കാൻ നടന്നു നീങ്ങി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. രണ്ടാം സ്ഥലം. യേശുനാഥൻ കുരിശു ചുമക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഒരർത്ഥത്തിൽ ഈശോ കുരിശു ചുമക്കുകയായിരുന്നില്ല, കുരിശിനെ ആലിംഗനം ചെയ്യുകയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ കുരിശിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യും. യേശുവിന്റെ ഏകനായുള്ള ഈ കുരിശു ചുമക്കൽ നമുക്ക് മുമ്പിൽ ഒരുപാട് വെളിപാടുകൾ നിരത്തിവെക്കുന്നുണ്ട്. ഒന്നാമതായി, അപരന്റെ ജീവിതത്തിലെ കുരിശുകളും വേദനകളും ദുഃഖങ്ങളും നീക്കുവാൻ നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി മുറിവേറ്റ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഓർക്കുക, നീ കുരിശു ചുമന്ന് നീങ്ങേണ്ടി വരുമ്പോൾ ആശ്വസിപ്പിക്കുവാനോ ഒരിറ്റ് കണ്ണീരൊഴുക്കുവാനോ അവരാരും കൂടെയുണ്ടായെന്നു വരില്ല. പക്ഷേ ഒരുവനുണ്ടായിരിക്കും, നിന്നെ അതിരറ്റ് സ്നേഹിക്കുന്ന ദൈവം. രണ്ടാമതായി, നീ എത്രമാത്രം ദൈവത്തെ വേദനിപ്പിച്ചാലും അതിന്റെ 10 ഇരട്ടി വേദന തോളിലേറ്റിക്കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കും. അതെ, സ്നേഹം കൊണ്ട് പ്രതികാരം വീട്ടുന്നവനാണ് ദൈവം. കുരിശു വരയ്ക്കുന്നവരായി മാത്രം ജീവിക്കാതെ കുരിശു വഹിക്കുന്നവരാകാൻ നസ്രായനായ യേശു നമ്മെ ക്ഷണിക്കുകയാണ്. യേശുവേ, ജീവിതത്തിന്റെ സഹനങ്ങളെ, രോഗങ്ങളെ വിലമതിക്കുവാനും എന്റെ കുരിശുകൾ സന്തോഷത്തോടെ സഹിക്കുവാനും അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയും പരിശുദ്ധ മാർപ്പാപ്പയും കർദിനാൾമാർ, മെത്രാൻമാർ, വൈദികർ, സന്യാസിനികളും അൽമായ പ്രേക്ഷിതരും പുത്തൻ അഭിഷേകത്താൽ നിറയുവാനും സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും
പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. വേദനയേറ്റേറ്റു തളർന്നു നാഥൻ, വൈരി തൻ കെണിയിൽ വീഴുപോയി. സ്നേഹിതരെല്ലാം കൈവെടിഞ്ഞു. യേശുവിൻ നൊമ്പരം ആരറിഞ്ഞു? വൈരിതൻ കെണിയിൽ വീണുപോയി. സ്നേഹിതരെല്ലാം കൈവെടിഞ്ഞു. യേശുവിൻ നൊമ്പരം ആരറിഞ്ഞു? കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. മൂന്നാം സ്ഥലം. നസ്രായനായ ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. നസ്രായനായ ഈശോ വീഴുന്നവനല്ല. എത്ര വേദന സഹിച്ചാലും, പരിഹാസവാക്കുകൾ കേട്ടാലും, ചമ്മട്ടിയടിയേറ്റാലും, മുഖത്ത് തുപ്പിയാലും അവയെല്ലാം ഉൾക്കൊള്ളാൻ തക്കവിധം ആ ഹൃദയം വിശാലമാണ്. മനസ്സ് ശക്തിയുള്ളതാണ്. വേദനയുടെ വഴിത്താരയിൽ ഒരുപക്ഷേ യഹൂദർ ഒരുക്കിയ കെണികളായിരിക്കാം അവനെ വീഴ്ത്തിയത്. എങ്കിലും അവിടുന്ന് തന്റെ മുറിപ്പാടുകളെ ചുംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. വീഴുമെന്ന് കരുതി യാത്ര തുടരാതിരിക്കരുത്. വീണാലും എഴുന്നേൽക്കുവാൻ പിതാവായ ദൈവം ശക്തി നൽകുമെന്ന് വിശ്വസിക്കുക. ഇതുപോലെ ജീവിതത്തിന്റെ കൈപ്പേറിയ കാസയും ചുമന്നുകൊണ്ട് നിലവിളിച്ച് നീങ്ങുന്ന മനുഷ്യരെ വെറുപ്പിന്റെ കനലുകൾ ഹൃദയത്തിൽ കത്തിയെരിഞ്ഞപ്പോൾ നീ വീഴ്ത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ നിമിഷം അവരെ മനസ്സിൽ കണ്ട് യേശുവിന്റെ കുരിശിനോട് ചേർത്തുവച്ച് മാപ്പ് ചോദിക്കുക. കർത്താവേ, സഹനങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ ഞങ്ങളുടെ മനസ്സിന് പ്രത്യാശയും ധൈര്യവും നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ലൈംഗിക പാപങ്ങൾ, മറ്റ് അധാർമിക ജീവിതം വഴി പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾ പശ്ചാത്തപിച്ച് പാപമോചനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവിൻ തിരുമുഖം കണ്ടൊരമ്മ ഹൃദയമുരുകി കരഞ്ഞൊരമ്മ, ദുഃഖങ്ങളെല്ലാം നെഞ്ചിലൊതുക്കി യേശുവിൻ കണ്ണുനീർ തുടച്ചു നീക്കി. യേശുവിൻ തിരുമുഖം കണ്ടൊരമ്മ ഹൃദയമുരുകി കരഞ്ഞൊരമ്മ, ദുഃഖങ്ങളെല്ലാം നെഞ്ചിലൊതുക്കി യേശുവിൻ കണ്ണുനീർ തുടച്ചു നീക്കി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. നാലാം സ്ഥലം. നസ്രായനായ ഈശോ വഴിയിൽ വച്ച് മാതാവിനെ കണ്ടുമുട്ടുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹമെന്ന വാക്കിന്റെ അർത്ഥം മുഴുവനും അമ്മയെന്ന രണ്ടക്ഷരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചവനാണ് ദൈവം. ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ചവർക്കറിയാം അതിന്റെ മാധുര്യം. മുറിവേറ്റ് പിടയുന്ന സ്വന്തം മകന്റെ ശരീരം കാണുമ്പോൾ ഹൃദയം വെന്തുരുകിപ്പോകാത്ത ഏതമ്മയാണുള്ളത്? വേദനയുടെ ആധിക്യത്താൽ തന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരമ്മയുടെ മുഖം കാണുമ്പോൾ ഹൃദയം വിതുമ്പിപ്പോകാത്ത ഏതു മകനാണുള്ളത്? വേദനയുടെ മിഴുനീർക്കുടങ്ങളായ മറിയത്തിനും യേശുവിനും മധ്യേ നീണ്ട നിശബ്ദതയുണ്ടായിരുന്നു. എങ്കിലും ലോകത്തിലെ രണ്ട് വ്യക്തികൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയുടെ വിശുദ്ധ സാന്നിധ്യം ഇതുവരെ സഹിച്ച വേദനകൾ ഒപ്പിയെടുത്ത് യേശുവിന് പുതിയൊരു ജീവചൈതന്യം നൽകിയിരിക്കണം. പരിശുദ്ധ മാതാവേ, എന്നോട് കൂടെയുണ്ടായിരിക്കണമേ, പ്രത്യേകിച്ചും സഹനങ്ങളിൽ. നിന്റെ മകന്റെ കുരിശിനരികിൽ നിന്നതുപോലെ എന്റെ അരികിലും ഉണ്ടായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവർ ദൈവസ്നേഹത്താൽ നിറയുവാനും യേശുവിന്റെ രക്ഷ പകർന്നുകൊടുക്കുവാനും ശക്തരായിത്തീരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ആശ്വാസമേകേണ്ട ശിഷ്യഗണം ആർദ്രത കാട്ടാതെ കടന്നുപോയി. യേശുവെ തോളോട് ചേർത്തു നിർത്തി ശിമയോൻ ക്രൂശു ചുമന്നു നീങ്ങി. ആശ്വാസമേകേണ്ട ശിഷ്യഗണം ആർദ്രത കാട്ടാതെ കടന്നുപോയി. യേശുവെ തോളോട് ചേർത്തു നിർത്തി ശിമയോൻ ക്രൂശു ചുമന്നു നീങ്ങി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലണമെന്ന ശാഠ്യമായിരുന്നു അല്പസമയത്തേക്കെങ്കിലും കുരിശ് തോളിൽ നിന്നകറ്റാൻ യഹൂദരെ പ്രേരിപ്പിച്ചത്. സഹതാപവും സഹാനുഭൂതിയും തോന്നാതെയുള്ള പരസ്നേഹം ചരിത്രത്തിൽ ആദ്യമായിരിക്കണം. യേശുവിന് ഇത് ആശ്വാസത്തിലുപരിയായി ആത്മനൊമ്പരമായിരുന്നിരിക്കണം സമ്മാനിച്ചത്. കാരണം കുരിശിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ ഈശോ ആഗ്രഹിച്ചിരുന്നില്ല. ഒരർത്ഥത്തിൽ ശിമയോൻ ഭാഗ്യമുള്ളവനാണ്. നിർബന്ധപൂർവമാണെങ്കിൽ കൂടി ഈ ജന്മത്തിൽ എന്തു പുണ്യം ചെയ്തിട്ടാണ് ആ കുരിശു ചുമക്കുവാൻ ശിമയോന് ഭാഗ്യം ലഭിച്ചതെന്നറിയില്ല. ദൈവസ്നേഹത്താൽ എരിയുന്നവരുടെ കുരിശു ചുമക്കുക, അവരെ ഒരു നിമിഷത്തേക്കെങ്കിലും ആശ്വസിപ്പിക്കുവാൻ സാധിക്കുക എത്രയോ ഭാഗ്യമുള്ള കാര്യമാണ്. ഈശോയെ, എന്റെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അങ്ങേ സ്നേഹത്തെ പ്രതി മാത്രമാകട്ടെ. എന്റെ ലക്ഷ്യങ്ങളെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള 200-ലധികം വരുന്ന രാജ്യങ്ങളിലും 6 ഭൂഖണ്ഡങ്ങളിലും ദൈവവചന ശുശ്രൂഷ എത്തിച്ചേരുവാനും യേശു ഏകരക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് സമാധാനത്തിൽ ജീവിക്കാനുമുള്ള വരത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. വേദനയാൽ മനം തകർന്ന നേരം സാന്ത്വനമേകുവാൻ വന്നൊരുവൾ, പീഡനമൊന്നും ഭയന്നിടാതെ മുറിവാർന്ന തിരുമുഖം തുടച്ചിടുന്നു. വേദനയാൽ മനം തകർന്ന നേരം സാന്ത്വനമേകുവാൻ വന്നൊരുവൾ, പീഡനമൊന്നും ഭയന്നിടാതെ മുറിവാർന്ന തിരുമുഖം തുടച്ചിടുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. ആറാം സ്ഥലം. വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ചരിത്രത്തിൽ ക്രിസ്തുവിനോടൊപ്പം മനുഷ്യഹൃദയങ്ങളിൽ വേറൊരു നാമം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു, വേറോനിക്ക. ഒരുപക്ഷെ സ്ത്രീകളിൽ അനുഗ്രഹീതയെന്നോ ഭാഗ്യവതിയെന്നോ മറിയത്തോടൊപ്പം വിളിക്കപ്പെടുവാൻ അവൾക്കർഹതയുണ്ട്. അതിരുകളില്ലാതെ, പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, കണക്കുകൂട്ടലുകളില്ലാതെ, തെറ്റിദ്ധരിക്കപ്പെടുമെന്ന ഭയമില്ലാതെ, നഷ്ടം സംഭവിക്കുമെന്ന ചിന്തയില്ലാതെ സ്നേഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എത്രയോ ഭാഗ്യമുള്ള ജീവിതമാണ്. അനുദിനം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ദിവ്യകാരുണ്യ ആരാധനവേളയിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അപരന്റെ വേദനിക്കുന്ന മുഖം കാണുമ്പോൾ അവരിലേക്ക് ഈ കൈകൾ വിടരാറുണ്ടോ? ഇന്നും ക്രിസ്തു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭിക്ഷക്കാരനായി, കുഷ്ഠരോഗിയായി, ദരിദ്രനായി, ജയിൽ പുള്ളിയായി, എല്ലാം തകർന്ന മാനസിക രോഗിയായി. അവരെ ആശ്വസിപ്പിക്കാൻ, കണ്ണീരൊപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാധിക്കണമെങ്കിൽ അപരനെ ദൈവത്തിന്റെ കൂദാശയായി കാണാൻ കഴിയണം. അവരുടെ മുഖം തിരുമുഖമായി കാണാൻ സാധിക്കണം. ഓർക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കണ്ണീരൊപ്പുന്ന നിമിഷങ്ങൾ ദൈവത്തിന്റെ ഹൃദയം കുളിർക്കുന്ന നിമിഷങ്ങളാണ്. യേശുവേ രക്ഷക, എന്റെ കൈകൾ, കാലുകൾ, നാവ്, ഹൃദയം, കണ്ണുകൾ എല്ലാം കരുണയുള്ളതാക്കി മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് ആശ്വാസവും ആത്മീയ കരുത്തും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പാപകടങ്ങളെല്ലാം മോചിക്കപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് ആത്മരക്ഷ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. മുഖം കുത്തി വീണുനാഥൻ വീഴ്ചയിൽ തളരാതെ നടന്നു നീങ്ങി. പരിഹാസവാക്കുകൾ പറഞ്ഞവരെ പരിശുദ്ധ സ്നേഹത്താൽ പൊതിഞ്ഞിടുന്നു. മുറിവേറ്റ മുഖം കുത്തി വീണുനാഥൻ വീഴ്ചയിൽ തളരാതെ നടന്നു നീങ്ങി. പരിഹാസവാക്കുകൾ പറഞ്ഞവരെ പരിശുദ്ധ സ്നേഹത്താൽ പൊതിഞ്ഞിടുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. ഏഴാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കുരിശു ചുമന്ന് വീഴുന്ന ഈശോയെ പോലെ ജീവിത പ്രശ്നങ്ങൾ താങ്ങാനാവാതെ ഇടറുന്ന നെഞ്ചുമായി ഇടറി വീഴുന്ന എത്രയോ ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഒരു നേരത്തെ അപ്പം ലഭിക്കാതെ വഴിയരികിലെ പാതയോരങ്ങളിൽ നിന്ന് നിത്യവൃത്തി കഴിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. നിശബ്ദ സഹനത്തിന്റെ സാക്ഷികളായി പാതയോരങ്ങളിൽ തളർന്നവശരായി അന്തിയുറങ്ങുന്നവരുമുണ്ട്. പകലന്തിയോളം മക്കൾക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുത്ത് അവശരായി വീഴുന്നവരുണ്ട്. ജീവിതത്തിലെ ക്ലേശങ്ങളും രോഗങ്ങളും താങ്ങാനാവാതെ മനസ്സ് തകർന്നവരുണ്ട്. പാപത്തിന്റെ വാസനകളിൽ വീണ്ടും വീണ്ടും വീണുപോകുന്നവരുണ്ട്. ഇങ്ങനെ ഛിന്ന ഭിന്നമായി നിലത്തു വീഴുന്ന എത്രയെത്ര ജീവിതങ്ങൾ. ഇതും നിലത്തു വീണ രക്ഷകന്റെ വിഭിന്ന മുഖങ്ങളാണ്. നിന്റെ ഒരു വാക്കുമതി, സ്നേഹപൂർവമായ ഒരു തലോടൽ മതി അവർക്ക് ജീവൻ ലഭിക്കാൻ. നിനക്ക് കഴിയുമോ ഇവരെയൊന്നാശ്വസിപ്പിക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, സാന്ത്വനമേകി അനുഗ്രഹിക്കാൻ? എങ്കിൽ നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ്. ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യനാണ്. ഒരേ പാപത്തിൽ ഞാൻ ആവർത്തിച്ചു വീഴാതിരിക്കുവാൻ യേശുവേ, ഞാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു. ഞാൻ വീണാൽ നീ എന്നെ എഴുന്നേൽപ്പിക്കുക. നിന്റെ കരുണയിൽ എന്നെ മഹത്വമണിയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് വീണ്ടും പാപത്തിൽ വീണുപോയി ബന്ധനാവസ്ഥയിൽ കഴിയുന്നവർ വിടുതൽ പ്രാപിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ യേശുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനുള്ള
കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഹൃദയം പിടഞ്ഞ നേരം മുറിവിൽ നോക്കി കരഞ്ഞിടാതെ മുറിവുകളെല്ലാം തിരുമുറിവാക്കി ഓശലേം പുത്രിമാർക്കാശ്വാസമേകി. മുറിവേറ്റു ഹൃദയം പിടഞ്ഞ നേരം മുറിവിൽ നോക്കി കരഞ്ഞിടാതെ മുറിവുകളെല്ലാം തിരുമുറിവാക്കി ഓർസലേം പുത്രിമാർക്കാശ്വാസമേകി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. എട്ടാം സ്ഥലം. ഈശോ ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കഠോര വേദനയുടെ നടുവിൽ പിടഞ്ഞു മരിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അവരുടെ ദുഃഖങ്ങളോർത്ത് കണ്ണുനീരൊഴുക്കുക. എത്ര സൗഭാഗ്യപൂർണമായ ജന്മമായിരിക്കണം അത്. ഈ ഹൃദയം സ്വന്തമാക്കിയ ഒരു വ്യക്തി മാത്രമേ ചരിത്രത്തിൽ അവതരിച്ചിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. അവനൊരിക്കലും സ്വന്തം വേദനകളോർത്ത് ദുഃഖിച്ചിട്ടില്ല, കരഞ്ഞിട്ടില്ല. എന്നാൽ വേദനിക്കുന്ന മനുഷ്യരുടെ മുഖം കാണുമ്പോൾ അവൻ കണ്ണീർ വാർത്ത് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അലിവൂറും ഹൃദയത്തിലെ എത്രയെത്ര ആർദ്രഭാവങ്ങളാണ് നാം യേശുവിൽ കണ്ടെത്തുക. മുറിവേറ്റ് പിടയുമ്പോഴും മുറിവുണക്കുന്ന തമ്പുരാൻ, കഠിനവ്യഥയാൽ മനസ്സു തളരുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന, നിലവിളി കേൾക്കുന്ന ദൈവം. നമ്മളൊക്കെ പലപ്പോഴും സ്വന്തം വേദനകളോർത്ത് കരയുന്നവരാണ്. സ്വന്തം വേദനകൾ മറന്ന് അന്യരെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അവരും യേശുവിന്റെ ആശ്വസിപ്പിക്കുന്ന മുഖം കാണുവാൻ ഇടയാകും. കരുണയുള്ള ദൈവമേ, മാമോദീസായിലൂടെ അങ്ങു തന്ന വിശ്വാസകൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എന്റെ വിശ്വാസത്തെ അനുദിനം വർദ്ധിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവർ, ആതുര ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവസ്നേഹാനുഭവത്തിലേക്ക് കടന്നുവരുവാനുള്ള
കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കുരിശിന്റെ ഭാരത്താൽ യേശുനാഥൻ കുരിശുമായി വീണ്ടും തളർന്നു വീണു. പ്രാർത്ഥനയാൽ യേശു ശക്തി നേടി. കുരിശിനെ പുണർന്നൊരു ചുംബനമേകി. കുരിശിന്റെ ഭാരത്താൽ യേശുനാഥൻ കുരിശുമായി വീണ്ടും തളർന്നു വീണു. പ്രാർത്ഥനയാൽ യേശു ശക്തി നേടി. കുരിശിനെ പുണർന്നൊരു ചുംബനമേകി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 9-ാം സ്ഥലം. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോ വീഴുകയായിരുന്നു. അതോ ഒരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കുകയായിരുന്നു. ഈ വീഴ്ച എന്തുതന്നെ ആയിരുന്നാലും അത് നമുക്ക് വേണ്ടിയായിരുന്നു. യേശു ഓരോരുത്തരെയും നോക്കി പറയുകയാണ്, മകനെ, മകളെ, നീ എന്റെ പൊന്നോമനയാണ്, സ്വർഗത്തിന്റെ സ്വന്തമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നിനക്ക് വേണ്ടി വീഴാം, മുട്ടുകുത്താം, രക്തം വിയർക്കാം, മുറിവേൽക്കാം. പക്ഷേ ഒന്നുമാത്രം കണ്ണീരോടെ അപേക്ഷിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. കാരണം നിന്റെ ഓരോ പാപവും എന്നെ കൂടുതൽ തളർത്തുന്നു, വീഴ്ത്തുന്നു. നിന്നെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും ആഴമായി സ്നേഹിക്കുന്ന ഒരേയൊരു വ്യക്തി മാത്രമേയുള്ളൂ, കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യേശു. അതുകൊണ്ട് നിനക്ക് ഈ ജന്മത്തിൽ വീട്ടാനാവാത്ത 1000 കടപ്പാടുകൾ ആ നല്ല ദൈവത്തോടുണ്ട്. ആ തീരാക്കടത്തിന്റെ പലിശ കൊടുക്കാനായില്ലെങ്കിലും മുതലെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക, പാപപരിഹാരമായ പുണ്യജീവിതം വഴി. യേശുവേ, എന്റെ മാനുഷിക ബലഹീനതകളെയും പാപങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. നിസ്സീമമായ കരുണയിൽ എന്റെ ദുശീലങ്ങളെ എടുത്തുമാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കലഹത്തിലും ഭിന്നതയിലും ശത്രുതയിലും വിദ്വേഷത്തിലും കഴിയുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും
ശത്രുതയുടെ മതിലുകൾ തകർത്ത് സമാധാനത്തിലും സഹവർത്തിത്വത്തിലും ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ക്രൂരത തീവ്രമായി കാട്ടിടുന്നു. നാഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞിടുന്നു. കനിവിന്റെ വാക്കുകൾ പറഞ്ഞിടാതെ ഘോരമാം വേദന നൽകിടുന്നു. ക്രൂരത തീവ്രമായി കാട്ടിടുന്നു. നാഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞിടുന്നു. കനിവിന്റെ വാക്കുകൾ പറഞ്ഞിടാതെ ഘോരമാം വേദന നൽകിടുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു മനുഷ്യനെ ഏറ്റവും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന അനുഭവമാണ് വസ്ത്രരഹിതനായി അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ഇതാ, മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രമാണവർ ഉരിഞ്ഞുമാറ്റിയത്. മാനസിക പീഡനത്തിന്റെ തീവ്രത അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. കനിവിന്റെ ഒരു കടാക്ഷമെങ്കിലും അവൻ കൊതിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ആരാണ് അതിന് തയ്യാറായത്? അതിലെ കടന്നുപോയവരെല്ലാം പരിഹാസവാക്കുകളല്ലേ അവനെ നോക്കി ഉച്ചരിച്ചത്. നീ കഴിവുള്ളവനല്ലേ, ദൈവപുത്രനെന്നും രാജാവെന്നും സ്വയം പുകഴ്ത്തിയവനല്ലേ, എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്. കഴിവ് തെളിയിക്കുവാൻ അവനാഗ്രഹമില്ലായിരുന്നു. കഴിവ് തെളിയിക്കുന്നത് പ്രലോഭനത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടല്ല, അതിനെ കീഴടക്കിക്കൊണ്ടായിരിക്കണമെന്ന് അവൻ മരുഭൂമിയിലെ പരീക്ഷണാവസരത്തിൽ ലോകത്തെ പഠിപ്പിച്ചതാണ്. അവന് രക്ഷപ്പെടുവാനും ആഗ്രഹമില്ലായിരുന്നു. കാരണം അവൻ രക്ഷപ്പെടുവാൻ വന്നവനല്ല, രക്ഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി ജീവൻ നൽകാനും വന്നവനാണ്. അതുകൊണ്ട് വളരെ പണ്ടേ തന്നെ അവൻ സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വന്തം ജീവരക്തം കൊണ്ട് പിതാവായ ദൈവത്തിന് തീരെഴുതി കൊടുത്തിരുന്നു. എളിമയും താഴ്മയുമുള്ള യേശുവേ, എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന്
അനുയോജ്യമാക്കി മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അശുദ്ധിയും തിന്മയും പാപവും പരത്തുന്ന ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിശുദ്ധീകരിക്കപ്പെട്ട് സത്യത്തിന്റെയും നന്മയുടെയും വെളിച്ചത്തിലേക്ക് ദൈവജനത്തെ നയിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കൈകാൽ തുളച്ചിതായേശുവിനെ ക്രൂരമായി കുരിശിൽ തറച്ചിടുന്നു. കാരുണ്യം വറ്റിയ പീഡനങ്ങൾ മൗനമായി ഈശോ സഹിച്ചിടുന്നു. കൈകാൽ തുളച്ചിതായേശുവിനെ ക്രൂരമായി കുരിശിൽ തറച്ചിടുന്നു. കാരുണ്യം വറ്റിയ പീഡനങ്ങൾ മൗനമായി ഈശോ സഹിച്ചിടുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 11 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന മറ്റൊരു ഹൃദയസ്പർശിയായ സംഭവമാണ് യേശുവിന്റെ കുരിശുമരണം. കുഷ്ഠരോഗികളെ തൊട്ടു സുഖപ്പെടുത്തിയ കൈകൾ, അനേകരെ അനുഗ്രഹിച്ച് സാന്ത്വനം നൽകിയ കൈകൾ, നഷ്ടപ്പെട്ട ആടിനെ തേടിയിറങ്ങിയ, ധൂർത്തപുത്രനെ തേടിയിറങ്ങിയ, അനേകരുടെ കണ്ണീരൊപ്പാൻ നടന്നു നീങ്ങിയ കാലുകൾ. ഇതാ ആ കൈകളിലും കാലുകളിലും അവർ ആണികൾ അടിച്ചുകയറ്റുന്നു. കുഷ്ഠരോഗികളോടും പാപികളോടും അനുകമ്പ തോന്നിയ ആ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവുകളിലേക്ക് നോക്കൂ, അതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ കൈകാലുകൾ കുത്തിക്കീറുവാനും ശംഖ് പിളർക്കുവാനുമാണോ മനുഷ്യന്റെ കൈകൾക്ക് ദൈവം ബലം നൽകിയത്? കാരുണ്യം പറ്റിയ ജന്മങ്ങളോട് ഈശോയ്ക്ക് തെല്ലും നീരസമില്ല. അവന്റെ കണ്ണുകളിൽ നൈരാശ്യത്തിന്റെ നിഴൽപ്പാടുകൾ പോലുമില്ല. ശരീരത്തിൽ ആണികൾ അടിച്ചിറക്കിയവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തു വികാരമായിരിക്കണം യേശുവിന് ഉണ്ടായിരുന്നത്? തീർച്ചയായും സഹാനുഭൂതിയും അനുകമ്പയുമായിരിക്കണം ആ നോട്ടത്തിൽ.
ആ ശതാധിപൻ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ മാനസാന്തരത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ യേശുവിന്റെ മുറിപ്പാടുകളിൽ വീഴ്ത്തിയിരുന്നേനെ. ദൈവത്തെയാണ് കുരിശിൽ തറയ്ക്കുന്നതെന്നും അവന്റെ ഹൃദയമാണ് കുത്തിക്കീറുന്നതെന്നും തിരിച്ചറിയാനാവാത്ത വിധം അവൻ അന്ധനായിരുന്നു. ദൈവമേ, ഓരോ മുറിവിലും മുറിവേറ്റവരിലും ഒളിഞ്ഞിരിക്കുന്നത് അങ്ങ് തന്നെയാണെന്ന് വെളിപ്പെടുത്തി തരണമേ. യേശുവേ, നീ എന്റെ ഹൃദയത്തെ ഭരിക്കുക. മാനുഷിക അളവുകൾക്കുപരിയായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രാജ്യത്തെ നയിക്കുന്ന ഗവൺമെന്റും രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളും നിയമോപദേഷ്ടാക്കളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതപ്രകാരം ആത്മാർത്ഥതയോടെ നിർവഹിക്കാൻ ആവശ്യമായ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കുവാനാ ദൈവത്തിൻ കുഞ്ഞാടാം യേശുനാഥൻ കുരിശിന്റെ വിരിമാറിൽ ജീവനേകി ഹൃദയം പിളർന്നെന്നെ സ്വന്തമാക്കി. ലോകത്തിൻ പാപങ്ങൾ നീക്കുവാനായി ദൈവത്തിൻ കുഞ്ഞാടാം യേശുനാഥൻ കുരിശിന്റെ വിരിമാറിൽ ജീവനേകി ഹൃദയം പിളർന്നെന്നെ സ്വന്തമാക്കി. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണമേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണമേ. 12-ാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായ ഒരു മഹാസംഭവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുക. കുരിശിന്റെ 4 അറ്റത്തുമായി ഈ ലോകത്തിന്റെ 4 ദിക്കുകളിലെയും പാപശാപങ്ങൾ യേശു ഒപ്പിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കുരിശുമരണം ദുഃഖവെള്ളി ലോകത്തിന്റെ ആത്മീയ ജന്മദിനമാണ്. നസ്രായനായ യേശുവിന്റെ തിരുരക്തത്താൽ നാം വീണ്ടും ജനിക്കപ്പെട്ട, വിലയ്ക്കു വാങ്ങപ്പെട്ട ദിവസം. നസ്രായന്റെ മുറിപ്പാടുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ
ഭാവനയിൽ അനുതാപം കൊണ്ട് അവന്റെ മുറിവുകളെ ചുംബിക്കാം. കണ്ണുനീരോടെ പാപിനിയായ മറിയത്തെപ്പോലെ മൗനമായി പറയാം, ദൈവമേ, എന്റെ കൊടും പാപങ്ങൾ ക്ഷമിക്കണമേ. ഗലീലിയ കടൽ തീരത്തുകൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നടന്നു നീങ്ങിയ യേശുവിനെ കണ്ടപ്പോഴല്ല, മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിനെ കണ്ടപ്പോഴാണ് ശതാധിപന് യേശുവിൽ ദൈവപുത്രനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞത്. ഹൃദയം കുത്തിക്കീറിയവരോടും കഴുമരത്തിലേറ്റിയവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ ശതാധിപൻ പറഞ്ഞു, നീ സത്യമായും ദൈവപുത്രനാകുന്നു. ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. യേശുവേ രക്ഷക, അങ്ങേ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്നെ മറയ്ക്കേണമേ. അവിടെ അങ്ങയുടെ കൃപകളാൽ പോഷിപ്പിക്കപ്പെട്ട് ഞാൻ കുരിശിനോടുള്ള സ്നേഹത്തിൽ അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളിയാവുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ അനന്തയോഗ്യതയാൽ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ പൂർവീകരുടെ മേലും കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. രക്തം വാർന്നൊരാമൃത ശരീരം അമ്മ തന്മടിയിൽ കിടത്തിയപ്പോൾ ഉരുകുന്ന മനസ്സിനെ ബലിയായി മാറ്റി ഉയർപ്പിൻ ദിനങ്ങൾക്കായി കാത്തിരുന്നു. രക്തം വാർന്നൊരാമൃത ശരീരം അമ്മ തൻ മടിയിൽ കിടത്തിയപ്പോൾ ഉരുകുന്ന മനസ്സിനെ ബലിയായി മാറ്റി ഉയർപ്പിൻ ദിനങ്ങൾക്കായി കാത്തിരുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 13-ാം സ്ഥലം. യേശുവിന്റെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അന്നൊരിക്കൽ ബത്ലഹേമിൽ തന്റെ മടിയിൽ കിടത്തി താരാട്ടുപാടി ഉറക്കാറുള്ള യേശുവിന്റെ ശരീരം
ഇന്നിതാ കാൽവരിയിൽ കീറിമുറിക്കപ്പെട്ട ചേതനയറ്റ ശരീരമായി പരിശുദ്ധ മറിയത്തിന്റെ മടിയിൽ കിടക്കുന്നു. സ്വന്തം മകന്റെ മൃതശരീരത്തിനരികിലിരുന്ന് ഹൃദയം തേങ്ങി അലമുറയിട്ട് കരയാത്ത ഏതമ്മയാണുള്ളത്? മറിയം തന്റെ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ മുറിവുകൾ കഴുകുകയായിരുന്നു. ആർക്കു മനസ്സിലാകും ആ മാതൃപുത്ര ബന്ധത്തിന്റെ തീവ്രവികാരങ്ങൾ? മറിയം തന്റെ നൊമ്പരങ്ങൾ ഉള്ളിൽ അടക്കിവച്ച് മൗനമവലംബിക്കുകയായിരുന്നു. അതേയെന്ന് വേണം കരുതുവാൻ. കാരണം അവൾ അധികം സംസാരിക്കാത്തവളാണ്. ദൈവഹിതത്തിനു മുമ്പിൽ മൗനം പാലിക്കുവാൻ പഠിച്ചവളാണ്. ജീവിതത്തിലെ വിപരീത അനുഭവങ്ങളെ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നവളാണ്. അതുകൊണ്ടുതന്നെ മറിയത്തിന്റെ നിശബ്ദ നിലവിളി നിരാശയുടെ വിലാപമായിരുന്നില്ല. അവൾക്കറിയാമായിരുന്നു, ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയാണ് തന്റെ മടിയിൽ കിടക്കുന്നതെന്ന്. മറിയം ഒരിക്കലും വിലാപകാവ്യം പാടിയിട്ടില്ല. അവൾ സ്തോത്രഗീതം ആലപിച്ചവളാണ്. മനോവേദന നൽകുന്ന വാർത്തകളെ മംഗളവാർത്തയായി കാണുന്നവളാണ്. മറിയത്തിന്റെ മക്കളായ ഓരോ ക്രൈസ്തവനും ദുഃഖകരമായ വാർത്തകളെ മംഗളവാർത്തയായി കാണേണ്ടവരാണ്. കർത്താവേ, ഓരോ ദിവസവും അങ്ങയുടെ പരിപാലനയിലുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, മക്കളില്ലാത്ത ദമ്പതിമാർ, ഭവനരഹിതർ എന്നിങ്ങനെ ജീവിത തകർച്ചയിൽ കഴിയുന്നവരുടെ ബന്ധനങ്ങൾ നീങ്ങി അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ചേതനയറ്റൊരു തിരുശരീരം കച്ചയിൽ പൊതിഞ്ഞവരടക്കിടുന്നു. കണ്ണുനീർ വാർത്തു കരഞ്ഞ ജനം യേശുവിനുത്ഥാനം കാത്തിരുന്നു. ചേതനയറ്റൊരു തിരുശരീരം കച്ചയിൽ പൊതിഞ്ഞവരടക്കിടുന്നു. കണ്ണുനീർ വാർത്തു കരഞ്ഞ ജനം യേശുവിനുത്ഥാനം കാത്തിരുന്നു. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 14 സ്ഥലം.
യേശുവിന്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി, വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഗലീലിയായിലും സമരിയായിലും ജെറൂസലേമിലും നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് ജാതിയും മതവും നോക്കാതെ അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിച്ച യേശുവിനെയാണ് കല്ലറയിലടക്കി കല്ലുരുട്ടി വച്ചിരിക്കുന്നത്. സത്യത്തിനും നീതിക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന നിഷ്കളങ്ക ജന്മങ്ങളെ ഇതുപോലെ കല്ലറയിൽ കുഴിച്ചുമൂടി വെറുപ്പിന്റെയും പകയുടെയും കല്ലുകൾ ഉരുട്ടിവെക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ഇന്നത്തെ സമൂഹത്തിലും കാണുവാൻ സാധിക്കും. ഉപഭോഗ സംസ്കാരത്തിലെ ആധുനിക മനുഷ്യരുടെ ഇത്തരത്തിലുള്ള വികൃത മുഖങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവനാണ്, കൂട്ടുനിൽക്കുന്നവനാണ് നീയെങ്കിൽ നീയും യേശുവിനെ ശവക്കല്ലറയിൽ സംസ്കരിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരുടെ പ്രതിനിധിയാണ്. കുരിശിൽ പീഡകളേറ്റ് മരിച്ച യേശുവേ, ദുശീലങ്ങളുടെ കല്ലറകളിൽ നിന്ന്, സൽപ്പേര് നഷ്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്കും ഒരു ഉയിർപ്പ് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, എന്നെ ഏൽപ്പിച്ച ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ കൃപ ചെയ്യണമേ. ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനും വചന ശുശ്രൂഷകളും ശുശ്രൂഷകരും എല്ലാ ജനതകളും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ക്രൂശിതരേശുവേ കണ്ണുമുട്ടി കഥനങ്ങളെല്ലാം തിരുമുന്നിലാ കണ്ണീരൊഴുക്കി നാം പങ്കുവച്ചു. കാൽവരിയാകത്തിനോർമ്മയാലേ ജീവിത നഗരക്കായി മുറിച്ചു നൽകാം. ഈ ജന്മദുഃഖങ്ങൾ കൈയിലേന്തി യേശുവിൻ കുരിശിനെ സ്നേഹിച്ചിടാം. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. കണ്ണുനീരെല്ലാം കാണുന്ന ദൈവമേ, കുരിശിനെ സ്നേഹിക്കാൻ വരം തരണേ. 15-ാം സ്ഥലം. ഈശോ മിശിഹ ഉയർത്തെഴുന്നേൽക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായി,
വിശുദ്ധ കുരിശിന്റെ അനന്തശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. മനുഷ്യജീവിതം കുഴിമാടത്തിൽ അവസാനിക്കാനുള്ളതല്ലെന്ന് യേശുവിന്റെ ഉദ്ധാനം നമുക്ക് ഉറപ്പു നൽകുന്നു. പാപം നിമിത്തം മൃതമായ മർത്യശരീരങ്ങൾക്ക് യേശുക്രിസ്തു പുനർജീവനാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രകൃതിയുടെയും പാപത്തിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് ഈ ഉയർപ്പിൽ പങ്കാളിയാകാം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവരെ തകർക്കാനോ നശിപ്പിക്കാനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതം ഒരു ഉത്സവമായി മാറും. സഹനം അനുഗ്രഹത്തിന്റെ അൾത്താരയായി മാറും. വിശ്വാസവും പ്രത്യാശയും കൂടപ്പിറപ്പായവർക്ക് പുതുജീവിതവും പുനരുദ്ധാനവും അകലെയല്ല. ഉദ്ധിതനായ കർത്താവിന്റെ ഏറ്റവും വലിയ സമ്മാനമായ